ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 2ാം ക്ലാസ്സിൻ്റെ മലയാളത്തിൽ 7ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? മണിയൻ്റെ യാത്ര. ആരുടെ യാത്രയാണ്? മണിയൻ്റെ യാത്ര. മണിയൻ ആരാണ്? അതാ സൈക്കിളിൻ്റെ പേരാണല്ലേ മണിയെന്ന്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. നീം 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 നീം. മണിയൻ സൈക്കിൾ യാത്ര തുടങ്ങി. മണിയടിച്ച് മുന്നിൽ കണ്ട വഴികളിലൂടെ മണിയൻ ഓടി. ആഹാ, നല്ല രസം. തോട്ടിൻകരയിലൂടെ മണിയൻ ഓടി. തോട്ടിലെ പരൽമീനുകൾ മണിയനെ കണ്ട് തുള്ളിക്കളിച്ചു. പുഴക്കരയിലൂടെ മണിയൻ ഓടി. പുഴയിലെ കുഞ്ഞോളങ്ങൾ മണിയനെ കണ്ട് കുലുങ്ങി ചിരിച്ചു. പിന്നെയും മണിയൻ സൈക്കിൾ മണിയടിച്ച് മുന്നോട്ടോടി. വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികൾ മണിയനെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി. മണിയൻ സൈക്കിൾ മണിയടിച്ച് അവരോടൊപ്പം ചേർന്നു. ആരൊക്കെയാണ് മണിയനെ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചത്? എന്തുകൊണ്ടാവാം അവർ സന്തോഷിച്ചത്? അപ്പോൾ ഈ കഥയിൽ മണിയൻ്റെ യാത്രയിൽ ആരൊക്കെയോ മണിയനെ കണ്ടപ്പോൾ സന്തോഷിച്ചിട്ടുണ്ടല്ലേ? അതാരൊക്കെയാണ് മക്കളെ? തോട്ടിലെ പരൽമീനുകൾ, പുഴയിലെ കുഞ്ഞോളങ്ങൾ, വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികൾ അല്ലേ? ഇനി അതിലൊരു ചോദ്യം കൂടെ ഉണ്ടല്ലോ. എന്തുകൊണ്ടാവാം അവർ സന്തോഷിച്ചത്? അവർക്ക് മണിയനെ ഇഷ്ടമായതുകൊണ്ട് അല്ലേ? എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. മണിയൻ വശത്തേക്ക് മാറി നിന്നു. മാനത്തേക്ക് നോക്കി. കുഞ്ഞു പക്ഷിയെപ്പോലെ ഒരു വിമാനം. മണിയൻ യാത്ര തുടർന്നു. മുന്നോട്ട് പോകുന്തോറും റോഡിൽ കൂടുതൽ വാഹനങ്ങൾ കണ്ടു തുടങ്ങി. ഓടി മണിയൻ പട്ടണത്തിലെത്തി. മാനം തൊടുന്ന കെട്ടിടങ്ങൾ, ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ, പച്ചക്കറിച്ചന്തകൾ, പലതരം കടകൾ, തലങ്ങും വിലങ്ങും റോഡുകൾ നിറയെ വാഹനങ്ങൾ. ഹായ്, എന്തു രസം! ആളുകളുടെ തിക്കും തിരക്കും. എന്തൊരു ധൃതിയാണിവർക്ക്! എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത്? മണിയൻ സൈക്കിളിൻ്റെ മനസ്സ് നിറയെ ചോദ്യങ്ങൾ. കാറും ബസ്സും റിക്ഷാവണ്ടിയും ആകെ റോഡിൽ പൊടിപൂരം. നൂറുകണക്കിന് സ്കൂട്ടർ വണ്ടികൾ പാഞ്ഞു റോഡിൽ നെട്ടോട്ടം. റോഡിലെ തിരക്കാണല്ലേ ഈ ഒരു കുഞ്ഞു കവിതയിൽ. ഇനി ഇതിലുള്ള ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മണിയൻ സൈക്കിൾ കണ്ട വാഹനങ്ങൾ ഏതൊക്കെയാ മക്കളെ? വിമാനം, കാറ്, ബസ്, റിക്ഷാവണ്ടി, സ്കൂട്ടർ. രണ്ടാമത്തെ ചോദ്യം, പട്ടണത്തിൽ മണിയൻ കണ്ട കാഴ്ചകൾ പറയാം, എഴുതാം. എന്തൊക്കെയാ മണിയൻ കണ്ടത്? മാനം തൊടുന്ന കെട്ടിടങ്ങൾ, ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ, പച്ചക്കറിച്ചന്തകൾ, പലതരം കടകൾ, തലങ്ങും വിലങ്ങും റോഡ് നിറയെ വാഹനങ്ങൾ, പിന്നെയോ ആളുകളുടെ തിക്കും തിരക്കും. ഇനി മൂന്നാമത്തെ ചോദ്യം, മണിയൻ കണ്ട കാഴ്ചകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം ചിത്രമാക്കാം. നിങ്ങൾക്ക് ആളുകളുടെ തിക്കും തിരക്കോ അല്ലെങ്കിൽ ചെടികളും പൂക്കളും ഒക്കെ ഉള്ള നല്ല പാർക്ക്, പിന്നെ വാഹനങ്ങൾ തിങ്ങിയിട്ടുള്ള റോഡ്, അങ്ങനെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ ചിത്രം വരയ്ക്കുക കേട്ടോ. ഓ, എന്തൊരു തിരക്ക്! 4 റോഡുകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലം. മുന്നിൽ ട്രാഫിക് സിഗ്നലിൽ ചുവപ്പു വെളിച്ചം. തൊട്ടു മുന്നിലുണ്ടായിരുന്ന കുഞ്ഞിക്കാറിന് പിന്നിൽ മണിയൻ സൈക്കിളും ഓട്ടം നിർത്തി. പച്ച വെളിച്ചം കത്തി. മണിയൻ സൈക്കിൾ മുന്നോട്ടോടി. ചുവപ്പ് വെളിച്ചം കത്തുന്നു. വണ്ടികളെല്ലാം നിർത്തുന്നു. മഞ്ഞ വെളിച്ചം കത്തുന്നു. വണ്ടികൾ തയ്യാറാകുന്നു. പച്ച വെളിച്ചം കത്തുന്നു. വണ്ടികൾ മുന്നോട്ടോടുന്നു. അപ്പോൾ ചുവപ്പ് വെളിച്ചം കത്തുന്ന സമയത്ത് വണ്ടികളൊക്കെ നിർത്തണം. മഞ്ഞ വെളിച്ചം കത്തുന്ന സമയത്ത് വണ്ടികളൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണം. പച്ച വെളിച്ചം കത്തുമ്പോഴാണ് വണ്ടികൾ മുന്നോട്ട് പോവേണ്ടത് കേട്ടോ. റോഡിന് കുറുകെ വെളുത്ത വരകൾ. അതിലൂടെ ആളുകൾ റോഡ് മുറിച്ച് കടക്കുന്നു. അതേതാണ്? സീബ്ര ലൈനാണ് അല്ലേ? ഇനി താഴെയുള്ള ചോദ്യം നോക്കിക്കേ. സിഗ്നൽ വെളിച്ചങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം? അപ്പോൾ ഇവിടെ മുകളിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ചുവപ്പ് വെളിച്ചം കണ്ടാൽ വണ്ടികൾ നിർത്തണം. മഞ്ഞ വെളിച്ചം കണ്ടാൽ വണ്ടികൾ പോകാൻ തയ്യാറാവണം. പച്ച വെളിച്ചം കണ്ടാൽ വണ്ടികൾ മുന്നോട്ട് പോകണം.
മണിയൻ യാത്ര തുടർന്നു. പുക തുപ്പിക്കൊണ്ട് വേഗത്തിൽ വന്ന കൂറ്റൻ ലോറിയെ കണ്ട് അവൻ പേടിച്ചു പോയി. ഷോ, എന്തൊരു പുക! എല്ലാ വണ്ടികളും ഇങ്ങനെ പുക തുപ്പുന്നവയാണോ? മണിയന് സംശയമായി. കൂറ്റൻ ലോറി കുഞ്ഞി കാറിനും മണിയൻ സൈക്കിളിനും നേരെ പാഞ്ഞു വന്നു. അയ്യോ! അവർ നിലവിളിച്ചു. തെന്നി മാറിയതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്തൊരു വേഗതയാണ് ഈ വാഹനങ്ങൾക്ക്! ഇനി താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പുകയില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെ? പറയാം, എഴുതാം. പുകയില്ലാത്ത വാഹനങ്ങൾ മക്കൾക്കറിയോ? അറിയുന്ന വാഹനങ്ങളുടെ പേരുകൾ എഴുതാം. കുതിരവണ്ടി, കാളവണ്ടി, സൈക്കിൾ, റിക്ഷാവണ്ടി, ഇലക്ട്രിക് വാഹനങ്ങൾ, കൈവണ്ടി, ഉന്തുവണ്ടി, അല്ലേ? അങ്ങനെ തുടങ്ങിയ വണ്ടികളൊക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ കാറിനും സൈക്കിളിനും എന്ത് സംഭവിക്കുമായിരുന്നു? രണ്ട് വാഹനങ്ങൾക്കും അപകടം സംഭവിക്കുമായിരുന്നു, അല്ലേ? ഇനി മണിയൻ കണ്ട കാഴ്ചകൾ അഭിനയിക്കാം. അപ്പോൾ മക്കളത് ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ് കേട്ടോ. മണിയൻ കണ്ട എല്ലാ കാഴ്ചകളും മക്കൾ അഭിനയിച്ച് കാണിക്കണേ. നിം 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 നിം. മണിയൻ സൈക്കിൾ യാത്ര തുടർന്നു. റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു. ചെകിടടുപ്പിക്കുന്ന ഹോൺ ശബ്ദം. ഷോ, മടുത്തു. മണിയൻ സൈക്കിൾ മടക്കയാത്ര ആരംഭിച്ചു. ഓടി ഓടി അവൻ വീണ്ടും പുഴയുടെ തീരത്തെത്തി. ഹാവൂ, ആശ്വാസമായി. കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാം. ഇനി എന്താ അതിൽ ചോദ്യമുള്ളത്? വാഹനം ഓടാൻ ഇന്ധനം ആവശ്യമാണല്ലോ. വാഹനങ്ങളിൽ നിറയ്ക്കുന്ന ഇന്ധനങ്ങൾ ഏതെല്ലാം? പെട്രോൾ, ഡീസൽ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, അല്ലേ? ഇതിൽ രണ്ടാമത്തെ ചോദ്യം എന്താ? ഇന്ധനം ഉപയോഗിക്കാതെ ഓടുന്ന വാഹനങ്ങളുണ്ടോ? അവയുടെ ചിത്രം വരച്ച് പേരെഴുതാം. ഏതൊക്കെയാ ഇന്ധനം ഉപയോഗിക്കാതെ ഓടുന്ന വാഹനങ്ങൾ? സൈക്കിള്, റിക്ഷാവണ്ടി, കുതിരവണ്ടി, കാളവണ്ടി തുടങ്ങിയവയല്ലേ? അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ചിത്രം വരച്ച് പേരെഴുതണേ. ചിത്രം നോക്കി കണ്ടെത്താം, എഴുതാം. ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. സ്കൂട്ടറിലുള്ള യാത്രയും അതുപോലെ കാറിലുള്ള യാത്രയും. ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ശരിയാണോ? ഇവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നൽകുക? സ്കൂട്ടറിൽ 2 പേർക്കാണ് അല്ലേ യാത്ര ചെയ്യാൻ പറ്റുക. ഇവിടെ 3 പേർ യാത്ര ചെയ്യുന്നുണ്ട്. കൂടാതെ മുന്നിലുള്ള ആൾ മാത്രമാണ് ഹെൽമെറ്റ് ധരിച്ചിട്ടുള്ളത്. ബാക്കിലുള്ള 2 പേരും ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല. അതുപോലെ ചെറിയ കുട്ടിയെയാണ് അവർ ഏറ്റവും പുറകിലായിട്ട് ഇരുത്തിയിട്ടുള്ളത്. അതൊക്കെ അപകട സാധ്യതയാണ് അല്ലേ? ഇനി കാറിലാണെങ്കിലോ 2 പേരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് നിർദ്ദേശമാണ് കൊടുക്കുക? ഇരുചക്ര വാഹനങ്ങളിൽ 2-ൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യരുത്. നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം. വേഗത കുറച്ച് വണ്ടി ഓടിക്കണം. കാറിൻ്റെ മുൻസീറ്റിലിരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കണം. ഇതുപോലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാട്ടോ. ഈ ചിത്രത്തിൽ കാണുന്നത് ആരാണ്? JCB ആണ് അല്ലേ? അപ്പോൾ എന്താ താഴെ തന്നിട്ടുള്ളത്? എന്നെ അറിയാമോ? ഞാൻ മണ്ണുമാന്തി യന്ത്രം. ഭാരമെടുക്കാനും മണ്ണെടുക്കാനുമുള്ള യന്ത്രമാണ് ഞാൻ. കൃഷിയിടത്തിലും കെട്ടിട നിർമ്മാണത്തിലും റോഡ് നിർമ്മാണത്തിലും എന്നെ ഉപയോഗിക്കാറുണ്ട്. ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിനും മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഞാൻ സഹായിക്കാറുണ്ട്. പ്രളയം, ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും ഞാൻ മുന്നിലുണ്ടാകും. ഏതു കഠിനമായ ജോലിയും കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ചെയ്തു തീർക്കും. അപ്പോൾ JCBയെ കുറിച്ച് JCB തന്നെ പറയാം കേട്ടോ. JCBക്ക് പറയാം മണ്ണുമാന്തി യന്ത്രം എന്നാണ്. വായിക്കാം. വഞ്ചി അക്കരയെത്തി. കുട്ടൻ വഞ്ചിയിൽ നിന്നിറങ്ങി കേളുമാവൻ്റെ കൈപിടിച്ച് നടന്നു. വിശാലമായ നെൽവയൽ, എങ്ങും പച്ചപ്പ്, പാടത്ത് നിറയെ വെളുത്ത പക്ഷികൾ, കൊക്കുകൾ ഒരുമിച്ച് പറക്കുന്നത് കാണാൻ എന്ത് രസം! കുട്ടൻ കേളുമാവനോടൊത്ത് പിന്നെയും നടന്നു. അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. വരമ്പിൻ്റെ അരികിലെ ദ്വാരത്തിൽ നിന്ന് 2-3 കൈകൾ. കുട്ടൻ അടുത്തെത്തിയപ്പോൾ ആ കൈകൾ പിൻവലിഞ്ഞു. അത് ഞണ്ടാണ് കുട്ടാ, കേളുമാവൻ പറഞ്ഞു. പിന്നെ അവൻ്റെ ശ്രദ്ധ തോട്ടിലെ മീനുകളിലായി. മീനുകൾ നീന്തി കളിക്കുന്നത് കാണാൻ നല്ല രസം. എഴുതിയിരിക്കുന്നത് CR ദാസ് ആണ് കേട്ടോ.
അടുത്തത് കണ്ടെത്താം. കുട്ടനും കേളുമാവനും ഏതു വാഹനത്തിലാണ് യാത്ര ചെയ്തത്? വഞ്ചിയിലാണ് അല്ലേ? വരമ്പിൻ്റെ അരികിലെ ദ്വാരത്തിൽ നിന്ന് 2-3 കൈകൾ. ആരുടേതാണ് ഈ കൈകൾ? ആരുടേതാ മക്കളെ? ഞണ്ടിൻ്റേതാണ്. മൂന്നാമത്തെ ചോദ്യം, പാടവരമ്പിലൂടെയുള്ള യാത്രയിൽ കുട്ടൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാം? വിശാലമായ നെൽവയൽ, പച്ചപ്പ്, പാടത്ത് നിറയെ കൊക്കുകൾ, വരമ്പിലെ അരികിലെ ദ്വാരത്തിൽ ഞണ്ടിൻ്റെ കൈകൾ, തോട്ടിൽ നീന്തി കളിക്കുന്ന മീൻ. ഇതൊക്കെയാണ് പാടവരമ്പിലൂടെയുള്ള യാത്രയിൽ കുട്ടൻ കണ്ടത്. ഇനി പാടാം രസിക്കാം. സമ്മാനം. അമ്പിളിമാമൻ്റെ വീട്ടിലും നമ്മുടെ അമ്മാവന്മാർ ചിലർ പോയി വന്നു. 5-6 കല്ലുകൾ അത്രേ നമുക്കൊരു സഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു. എങ്ങനെയാ? അമ്പിളിമാമൻ്റെ വീട്ടിലും നമ്മുടെ അമ്മാവന്മാർ ചിലർ പോയി വന്നു. 5-6 കല്ലുകൾ അത്രേ നമുക്കൊരു സഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു. എഴുതിയിരിക്കുന്നത് ONV കുറുപ്പാണ്. എന്താണ് ഇവിടുത്തെ ചോദ്യം? എവിടേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചാണ് പാട്ടിൽ പറയുന്നത്. ചന്ദ്രനിലേക്കുള്ള യാത്രയാണ് അല്ലേ? ചന്ദ്രനിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ ബഹിരാകാശ യാത്രയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.